പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം 2026-2027 വർഷത്തേക്ക് ഒരു പുതിയ നിയമം കൂടി വന്നു. അതായത് സംസ്ഥാനത്തെ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്ന അഭിമുഖത്തിന് വേണ്ടിയുള്ള കമ്മിറ്റിയിൽ മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നുള്ള സ്റ്റാഫുകളെ ഉൾപ്പെടുത്താനായിരുന്നു. അങ്ങനെ 3 പ്രൈവറ്റ് സെക്രട്ടറിമാരെയും 3 അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി. ഇവർ 7 പേരും 7 മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നുള്ളവരായിരുന്നു. ഇതൊരു വിചിത്ര നിയമം എന്നായിരുന്നു എല്ലായിടത്തും ആരോപണങ്ങൾ ഉയർന്നത്, ആക്ഷേപങ്ങളും ഉയർന്നത്. കാരണം സാധാരണഗതിയിൽ എയ്ഡഡ് സ്കൂളുകൾ നടത്തുന്നത് പ്രത്യേകിച്ചും മാനേജ്മെൻറ്റുകളാണ്. അവിടെ അധ്യാപക നിയമനത്തിൽ കൃത്യമായ കാര്യക്ഷമത ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ നോമിനി എന്ന പേരിൽ ഒരാളെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത്. ആ നോമിനി സർക്കാർ തലത്തിലെ അഡീഷണൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ സബ് കളക്ടറിൽ കുറയാത്ത ഉദ്യോഗസ്ഥനോ ആയിരിക്കണം എന്നായിരുന്നു നിയമം. ഇവിടെ അഡീഷണൽ സെക്രട്ടറി എന്ന് പറയുന്ന ആ തസ്തിക നേരെ എടുത്തുകൊണ്ടുവന്നത് മന്ത്രിമാരുടെ ഓഫീസിലെ അഡീഷണൽ സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആ തലത്തിലേക്ക് കൊണ്ടുവന്നു. അതായത് മന്ത്രിമാരുടെ ഓഫീസുകളിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കും അഡീഷണൽ സെക്രട്ടറിമാർക്കുമൊക്കെ തന്നെ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറിമാർക്കുമൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ അഭിമുഖങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റിയിൽ അംഗമാകാം എന്ന തരത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്നു. ഈ നിയമത്തിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളതാണ് വലിയ ചർച്ചയായി മാറിയത്. നിയമം വന്ന് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ആരോപണങ്ങൾ ശക്തി പ്രാപിച്ചതോടെ മന്ത്രിമാർ ഇടപെട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെട്ട് തന്നെ ആ നിയമം പിൻവലിക്കുകയും ചെയ്തു. കാരണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും ഓഫീസിൽ നിന്നും ഓരോ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അധ്യാപകരെ നിയമിക്കുന്ന പാനലിലേക്ക് കടന്നുകൂടി. സ്കൂൾ വർഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 1 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പല ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കും ഇപ്പോൾ അധ്യാപകരെ താൽക്കാലികമായും അല്ലാതെയും നിയമിക്കേണ്ടി ഉള്ള അവസ്ഥയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു വിവാദമായ ഒരു ഉത്തരവ് പുറത്തിറങ്ങുന്നതും അതിലേക്ക് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതും. ഇതിൻ്റെ അർത്ഥമാണ് ആർക്കും മനസ്സിലാകാതെ പോയത്. പക്ഷേ ഇതിന് ഒരു കാര്യം ഇവർ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, വിശദീകരണം നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം സർക്കാർ തലത്തിൽ അഡീഷണൽ സെക്രട്ടറിമാരുടെ റാങ്കിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിമാരുടെ സ്റ്റാഫുകളിലുണ്ടായിരുന്നു. അവർ ഇത്തരത്തിൽ അഭിമുഖങ്ങൾ നടത്തുന്ന കമ്മിറ്റികളിൽ അംഗമായിട്ടുണ്ട് എന്ന്. ഒരു കാര്യം മനസ്സിലാക്കുക, അത് അഡീഷണൽ സെക്രട്ടറി ആണെങ്കിൽ അവർ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ മന്ത്രിമാർ തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രീയക്കാരിൽ പെടുന്ന ആളുകൾ അവർ ബിരുദധാരികളായിരിക്കാം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരിക്കാം. ആ ആളുകളെയാണ് അല്ലെങ്കിൽ ആ ആളുകൾക്ക് കൂടി അനുമതി നൽകുന്ന തരത്തിലായിരുന്നു ഈ നിയമം കൊണ്ടുവന്നത്. അതിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എതിർത്തു. അദ്ദേഹം വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് ഇതിൻ്റെ പിന്നിലെ പുല്ലാപ്പ് ചെറുതൊന്നും അല്ല എന്ന്. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇത്തരത്തിൽ ഓരോ ഉത്തരവുകൾ ഇറക്കുന്നവർ അവരുടെ ശ്രദ്ധക്കുറവ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമുക്കറിയാം, എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം അത് സംബന്ധിച്ച് നടക്കുന്ന പുകിലുകൾ ചെറുതല്ല. അവിടെ ഒരു അധ്യാപകനെയോ ഒരു അധ്യാപികയോ നിയമിക്കണം എന്നുണ്ടെങ്കിൽ, ഹയർ സെക്കൻഡറിയിൽ ഒരു അധ്യാപകനെയോ അധ്യാപികയോ നിയമിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായും മാനേജ്മെൻറ്റിന് തുക നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇഷ്ടക്കാർക്ക് ആ ജോലി നൽകണമെങ്കിൽ അല്ലാതെ തന്നെ ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അത് രാഷ്ട്രീയപരമായിരിക്കാം, അല്ലാതെയായിരിക്കാം. അത്തരത്തിലുള്ള ഇടപെടലുകൾക്കൊക്കെ വഴിവെക്കുന്ന തരത്തിലേക്ക് ഇത്തരം ആളുകളെ നിയമിച്ചാൽ മാറും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു. അത് മന്ത്രി തന്നെ മനസ്സിലാക്കിയതോടുകൂടിയാണ് ഈ നിയമം അല്ലെങ്കിൽ നിയമത്തിൽ നിന്നും പിന്മാറിയത്. പകരം മറ്റൊരു നിയമം ഇതുവരെയായി കൊണ്ടുവന്നിട്ടുമില്ല. അല്ലെങ്കിൽ അഭിമുഖം നടത്തുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റിയിൽ സർക്കാരിൻ്റെ പ്രതിനിധിയായി ആരെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ പകരമൊരു നിയമം ഇതുവരെ വന്നിട്ടുമില്ല. ഇതിൽ ബുദ്ധിമുട്ടുന്നത് പല എയ്ഡഡ് സ്കൂളുകളിലെയും മാനേജർമാരാണ്. അതല്ലെന്നുണ്ടെങ്കിൽ സ്കൂളുകളുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു.
ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു ഉത്തരവായിരിക്കാം ഇത്. കാരണം കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം തന്നെ അറിയാം. വിവിധ മാനേജ്മെൻറ്റുകളുടെ കീഴിൽ ഒരുപാട് ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ അഭിമുഖ കമ്മിറ്റിയിലേക്ക് മന്ത്രി ഓഫീസിൽ നിന്നും ഒരാൾ എത്തപ്പെടുമ്പോൾ അയാളുടെ ഉത്തരവാദിത്തത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറപ്പെടും. അതുമല്ലെങ്കിൽ വല്ലാതെ ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ഉത്തരവ് പിൻവലിച്ചത് നല്ലത് തന്നെ. നിലവിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിലെ രാഷ്ട്രീയത്തിനുമപ്പുറം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അഭിമുഖ കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയെ ഉടൻ ഏർപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം മാനേജർമാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോരാ, അവിടെ വേണ്ടത് അഡീഷണൽ സെക്രട്ടറിമാരുടെ ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ അഡീഷണൽ സെക്രട്ടറിമാരുടെ തസ്തികയിലുള്ള ആളുകളെയാണ് അവിടേക്ക് നിയമിക്കേണ്ടത്. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ഇനി ഓണപ്പരീക്ഷയുടെ നാളുകളായി കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്കൂൾ വർഷത്തിൻ്റെ ഏകദേശം പകുതിയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ചില നിയമങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരു പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ 2026-2027 അധ്യാപക നിയമനത്തിന് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് ആളുകളെ നിയമിച്ചിരുന്നുവെങ്കിൽ അവിടേക്ക് ഏതെങ്കിലും വഴിയിലൂടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ചില ക്രമക്കേടുകൾ കടന്നുകൂടും എന്നുള്ളത് ഉറപ്പായിരുന്നു. വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചൊക്കെ അത്തരം ഇടപാടുകൾ സംഭവിക്കുമെന്നുള്ളതും ഉറപ്പാണ്. കാരണം നമ്മൾ കാണുന്നതാണ് ഒരു വിധത്തിലും ആർക്കും കടന്നുകൂടാൻ കഴിയാത്ത PSCയിൽ പോലും അല്ലെങ്കിൽ PSC പോലും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് പരീക്ഷ നടത്തിപ്പിലും അഭിമുഖം നടത്തിപ്പിലും. പിന്നെ എന്തുകൊണ്ട് ഒരു മേൽനോട്ടവുമില്ലാത്ത എയ്ഡഡ് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ആളുകളെ നിയമിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വലിയ തരത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു വിധത്തിലെ തർക്കവും വേണ്ട, പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തായാലും നിയമം പിൻവലിക്കാൻ തീരുമാനിച്ചത് നല്ലത് തന്നെയാണ്. ഓരോ സ്കൂളിലും ഓരോ അധ്യാപകരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളുടെ ഭാവി കൂടി നോക്കിക്കൊണ്ട് വേണം. ഓരോ വിദ്യാർത്ഥികളും ഭാവിയിലെ പൗരന്മാരാണെന്നുള്ള ബോധത്തോടു കൂടി വേണം. അധ്യാപകരെ നിയമിക്കുന്ന കാര്യത്തിലായാലും അധ്യാപകരുടെ ക്വാളിറ്റി കണ്ടെത്തുന്ന കാര്യത്തിലായാലും ഒക്കെ ഈ അഭിമുഖ കമ്മിറ്റി എടുക്കുന്നതാണ് അന്തിമ തീരുമാനം. ഇതിൽ ഒരു വിധത്തിൽ പോലും ഒരു പരിചയവുമില്ലാത്ത പ്രൈവറ്റ് സെക്രട്ടറിമാരും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഒക്കെ ഇങ്ങനെ അഭിമുഖ കമ്മിറ്റികളിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പുകൾക്ക് പിന്നെ എന്തർത്ഥമാണ് എന്നുള്ള ചോദ്യം ഉയരുക തന്നെ ചെയ്യും. എന്തായാലും തുടക്കത്തിൽ തന്നെ കല്ലുകടിയാകുന്ന ഒരു സംവിധാനത്തെ മുളയിലെ തന്നെ നുള്ളിയത് നല്ലതായി. ഇനിയും കാലം ഒരുപാടുണ്ട്. ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ വിദ്യാഭ്യാസ മേഖലയുമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ ഇത്തരക്കാർക്ക് അവസരം നൽകാതിരുന്നാൽ നന്നായിരുന്നു.